നമസ്കാരം. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത്. നമ്മളിന്ന് കൊല്ലത്ത് നിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂരിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗുരുവായൂർ പോകുന്ന യാത്രാ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ്. ട്രെയിൻ നമ്പർ 16342 പോകുന്നത്. ഇനി നമ്മുടെ കോച്ച് കണ്ടുപിടിക്കണം. അതായത് എഞ്ചിൻ D2 ആണ് നമ്മളുള്ളത്. അപ്പോൾ D2 10 അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നമുക്കിനി പോകേണ്ടത്. അപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നുണ്ടല്ലോ പ്ലാറ്റ്ഫോം നമ്പർ 2. നമ്മുടെ തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തന്നെ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ട്രെയിൻ നമ്പർ 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി ഗുരുവായൂർ പോകുന്ന ട്രെയിനിൽ നമ്മൾ കൊല്ലത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. വേണ്ടേ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മളെ ട്രെയിൻ വരുന്നത്. പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ ട്രെയിൻ നമ്പർ 12696 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണിത്. വണ്ടി പോയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ്. ഇതേ ആ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ട്രെയിൻ വരുന്നുണ്ടോ? ഇത് നമ്മുടെ പുനലൂർ മധുര എക്സ്പ്രസ്സാണ്. ട്രെയിൻ നമ്പർ 16736. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ആ ട്രെയിൻ. പിന്നുള്ളത് സെക്കൻഡ് സിറ്റിങ്ങും ചെയർ കാറുമാണ്. നമുക്ക് വീഡിയോസൊക്കെ എടുക്കണോ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് നമ്മുടെ ഗുരുവായൂർ വരെ ഒരാൾക്ക് സെക്കൻഡ് സിറ്റിങ്ങിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 105 രൂപയാണ്. ചെയർ കാറാണെങ്കിൽ 385 രൂപയും. നമ്മുടെ ട്രെയിൻ വരേണ്ട സമയമായി വരുന്നുണ്ട്. നമ്മൾ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഗൈസ്, അങ്ങനെ കറക്റ്റ് ഇതോ ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കോച്ച് D2 ആണ്. സീറ്റ് നമ്പർ 99 ആണ്. ഒരുവിധ ആൾക്കാരൊക്കെ കാണും. അകത്ത് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്നിരുന്നാലും പറ്റുന്ന രീതിയിൽ അത് കാണിച്ചു തരാം അകത്തെ കാഴ്ചകൾ. ഇതേ കണ്ടോ, ഇത് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മധുരയിൽ പോയിട്ടുണ്ട്, മീനാക്ഷി അമ്മൻ കോവിലൊക്കെ. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. നമ്മളെ വീഡിയോ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ട്രെയിനിൽ റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. ഇതേ അകത്തെ കാഴ്ച കണ്ടോ, സെക്കൻഡ് സിറ്റിങ്ങിലാണ്. ഇതാണ് സെക്കൻഡ് സിറ്റിംഗ് സംവിധാനം. വലിയ താമസമൊന്നുമില്ലാത്ത കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തേ. പിന്നെ ഈ ചെയർ കാർ എന്ന് പറഞ്ഞല്ലോ, AC ചെയർ കാർ, അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും 5:30 എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി വെളുപ്പിനെ 12:25 ഗുരുവായൂരിൽ എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16341 ആയിട്ട് ഗുരുവായൂരിൽ നിന്ന് വെളുപ്പിനെ 3:25 എടുത്തു കഴിഞ്ഞാൽ രാവിലെ 9:45 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. പിന്നെ ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. നമ്മളെല്ലാ സ്റ്റേഷൻസും കവർ ചെയ്യുന്നില്ല. കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഉള്ളൊരു ട്രെയിനാണ് നമ്മുടെ ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സേ, ഗുരുവായൂർ ഇൻ്റർസിറ്റി. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് വർക്കലയിലാണ്. അത് കഴിഞ്ഞാൽ പരവൂര്, പിന്നെ മയനാടും കഴിഞ്ഞിട്ടാണ് കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ട്രെയിൻ വന്നു ചേരുന്നത്. കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൺട്രോതുരത്ത് നമ്മുടെ ട്രെയിന് സ്റ്റേഷന് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി, പിന്നീട് കായംകുളം, അതിനുശേഷം ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, മാരാരിക്കുളം, ചേർത്തല, തുറവൂർ, എറണാകുളം ജംഗ്ഷൻ, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, പിന്നെ നമ്മുടെ തൃശ്ശൂർ, പിന്നെ കുറുകുന്നം, പിന്നീട് ഗുരുവായൂർ. ഇതാണ് നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. ഇതേ ട്രെയിൻ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തിരുച്ചിറപ്പള്ളി പോകും. അത് സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. തിരിച്ചുകൊണ്ട് ആ ട്രെയിൻ സർവീസ്. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതേ മൺട്രോതുരത്ത് എത്തിയിട്ടുണ്ട്. മൺട്രോതുരത്ത് കൊല്ലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൺട്രോതുരത്താണ് ആദ്യത്തെ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ മുമ്പ് സമയത്ത് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നതാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിലെ വളരെ മനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ മൺട്രോതുരത്ത്.
അങ്ങനെ മൺട്രോത്തുരുത്ത് സ്റ്റേഷൻ പാസ്സായി പോയി. ചെറിയ ചെറിയ രീതിയിൽ മഴകളൊക്കെ പൊടിക്കുന്നുണ്ട്. ആൾക്കാർ കുടകളൊക്കെ ആയിട്ട് നിൽക്കുവാണേ. പിന്നെ ഇത് രാത്രി സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് രാത്രി കാഴ്ചകൾ അങ്ങനെ നമുക്ക് കാണത്തക്ക രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നമ്മൾ തിരിച്ചായിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ പകർത്താമായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് എന്തായാലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ഏതെങ്കിലും ട്രെയിനിൽ കിട്ടുന്ന ഏതെങ്കിലും ട്രെയിനിൽ നമ്മൾ വരും. അതും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ദേ ഹരിപ്പാടും കഴിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ നിൽക്കുന്നതോ അമ്പലപ്പുഴയിലാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരുപാട് നേരമല്ല, കുറച്ച് നേരമായി. ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ടോ, എറണാകുളം കായംകുളം എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ്. അമ്പലപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ മാറി മാറി മഴകൾ പെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. വലിയ പെരുമഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിൻ വന്ന് പോയതോടുകൂടി നമ്മുടെ ട്രെയിൻ അമ്പലപ്പുഴയിൽ നിന്ന് യാത്ര തുടർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുവന്നായിരുന്നു പൊതിഞ്ഞെടുത്തേ. അപ്പോൾ എന്തായാലും കഴിക്കാനായിട്ടുള്ള സമയമായി വരുന്നുണ്ട്, കഴിക്കണം. ഇതേ അങ്ങനെ വീട്ടിൽ നിന്ന് വാഴയിലയിൽ പൊതിഞ്ഞ് കുറച്ച് ചപ്പാത്തി, ചുട്ട ചപ്പാത്തി അല്ല കേട്ടോ, കുഴച്ച് പരത്തിയ ചപ്പാത്തിയാണ് കൊണ്ടുവന്നത്. കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. അതായത് മറ്റേ പാക്കറ്റ് ചപ്പാത്തി, ചുട്ട ചപ്പാത്തി അല്ല, പാക്കറ്റ് ചപ്പാത്തി അല്ല. ഇതേ കണ്ടില്ലേ, ഉള്ളിക്കറിയും ചപ്പാത്തിയാണ്. ട്രെയിൻ അനുസരിച്ച് കുരുങ്ങിയാണ് ചപ്പാത്തി. അപ്പോൾ ഇനി കഴിച്ചിട്ടൊക്കെ കാണാം. ഐസാന സമയം എന്തോ രാത്രി 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ സെറ്റായിട്ടിരിക്കുക. സമയം കണ്ടില്ലേ, ഇപ്പോൾ 8:37 ആയിട്ടുണ്ട് ഷാർപ്പ് ടൈം നൈറ്റ്. നമ്മൾ ആലപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ യാത്ര തുടർന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ പോകുന്നതും പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണേ. ഒരു മെമു ചേർത്തല എത്തിയപ്പോഴത്തേക്കും ഒരു മെമു പോകുന്നുണ്ടോ, മെമു. അത് ഏത് മെമു ആണെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കറിയാം, പക്ഷേ ഇതൊരു ഗസ് ദ ട്രെയിനായിട്ട് കൂട്ടിയാൽ മതി. ഈ സമയം ചേർത്തലയിൽ, അതായത് ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ നമ്മൾ ആലപ്പുഴ വഴി വരുമ്പോഴത്തേക്കും ചേർത്തലയിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ കണ്ട മെമു ഏതായിരിക്കും? കണ്ട അകത്തുള്ള കാഴ്ചകളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ചെയർ കാർ, ഇതാണ് ചെയർ കാറിൻ്റെ ഒരു സെറ്റപ്പ്. ഞാൻ പിന്നെ ചാർജിങ് പോർട്സിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ചാർജിങ് പോർട്സ് ഇല്ല, അത് പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകണം. പിന്നെ ഇവിടുന്ന് അടുത്ത് ഞാൻ പിന്നെ ചെയർ കാറിൻ്റെ അടുത്ത് വന്ന് അകത്തൊരു ചേട്ടനെ ഫോൺ കുത്തിയിടാൻ ഏൽപ്പിച്ചിരുന്നതാണ്. അതാണ് നിങ്ങളെ ജസ്റ്റ് നൈസായിട്ടൊന്ന് ഞാൻ കാണിച്ചു തന്നത്. അകത്ത് കയറി ഒന്ന് കാണിച്ചു തരാം. ഒരു ട്രെയിൻ വരുന്നുണ്ട് അവറാച്ചാ. നേത്രാവതി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. നേത്രാവതിയാ. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്?
നമ്മളിപ്പോഴേ തുറവൂർ സ്റ്റേഷനില്ല, ഞാൻ ആ എ സിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കോച്ച് മാറിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അതായത് വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ. നല്ല തണുപ്പാട്ടാ, നല്ല കൂളിങ്ങാണ്. തുറവൂർ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കണ്ടില്ലയോ? അല്ല, തുറവൂർ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഭാഗത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. നല്ലൊരു പള്ളിയില്ലേ? നമ്മളതാ എറണാകുളം ജംഗ്ഷനിലോട്ട് കയറുക. അതായത് നമ്മുടെ എറണാകുളം സൗത്തിൽ ഒരു പട ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് ആണ്. ഏതെങ്കിലും ട്രെയിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം അത്. നമ്മുടെ മലയാളി ട്രാവലേഴ്സ് ബ്രോസിൻ്റെ ഒക്കെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു, അത് ഷോർട്സിൽ അവരിട്ടായിരുന്നു. മറ്റേ ട്രെയിനിൽ ചാടി കയറിയപ്പോഴത്തേക്കും ഒരുത്തൻ കാൽ വഴുതിയൊക്കെ വീണ് തലനാടിയിലേക്കാണ് രക്ഷപ്പെട്ടത്. എന്ത് ടീമാണ് അത്! ഇവിടെ വെച്ചാ എറണാകുളത്ത് ഇവന്മാരെ കാര്യം. ഇതോ ഫുള്ള് അവർ തന്നെ കേട്ടോ. ഏതോ ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് നോർത്തിലോട്ട് വിടാൻ. നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എറണാകുളം ജംഗ്ഷൻ കണ്ടോ? ചേർക്കാറിലെ അവസ്ഥയെന്ന് അകത്തെ കാഴ്ച. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ. അങ്ങനെ കുറച്ച് നേരം, ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റിന് ശേഷം ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മുടെ യാത്ര, ഗുരുവായൂരിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ചേട്ടാ, നമ്മുടെ ഒരു ബ്രോ കരുനാഗപ്പള്ളി കാണിച്ചിട്ട് കുറേ നാളായെന്ന് പറഞ്ഞു. ഈ വട്ടം വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞ് വിട്ടുപോയി. മൺട്രോതുരുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കരുനാഗപ്പള്ളി കാണിക്കാൻ പറ്റില്ല. അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഔട്ട്രാ ബ്രോ കാണിക്കാവേ. അങ്ങനത്തെ എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലിക്കുട, തൃശ്ശൂർ, പൊങ്കുന്നം, ഗുരുവായൂർ പെട്ടെന്നെത്തും. അതേ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. അങ്കമാലി ഫോർ കാലടി. ഈ ട്രെയിനിലുള്ള എല്ലാവരും ഗുരുവായൂർക്കാട്ടാ. അതങ്ങനല്ലേ വരും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റേഷൻ, തൃശ്ശിവപ്പെരൂർ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ ദിവസം സമയം കണ്ടില്ലേ, 11:39 കഴിഞ്ഞ്.
ഇനിയിപ്പോൾ നേരെ ഗുരുവായൂരെത്തുക, കുളിക്കുക, എന്നിട്ട് ദർശനം കഴിയുക, രാവിലെ ഏത് വണ്ടി ഉണ്ടോ അതിൽ കയറി വരിക. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. തിരിച്ചുള്ള ടിക്കറ്റ് കാര്യങ്ങളൊന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും വണ്ടിയിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിരിക്കും യാത്ര. പിന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു പാസഞ്ചർ അല്ല, ഗുരുവായൂരിൽ നിന്നൊരു പാസഞ്ചർ ഉണ്ടല്ലോ എറണാകുളത്തോട്ട്. ചിലപ്പോൾ അതിൽ കയറി എറണാകുളത്ത് നിന്ന് ഇറങ്ങാനും ചാൻസ് ഉണ്ട് ആ വണ്ടി. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിനിൽ കയറാൻ ചാൻസ് ഉണ്ട്. എല്ലാം നോക്കാം നമുക്ക്. വല്ല സ്പെഷ്യൽ ട്രെയിനും ഉണ്ടെങ്കിൽ അതിൽ കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരാനും നമുക്ക് പ്ലാനുണ്ട്. അപ്പോൾ പ്ലാൻ പറഞ്ഞ് നമ്മൾ വന്നത് ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഗുരുവായൂർ നമ്മളെ അങ്ങനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയം. നമ്മളല്ല, എല്ലാവരും ഇറങ്ങും. അപ്പോൾ നിഗൂഢത നിറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ. ആളനക്കമൊന്നുമില്ലല്ലോ. ഈ ജേണി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂർ, നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ് ഗുരുവായൂരിൽ നിന്നുകൊണ്ട്. ബൈ.